അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള ഹാജിമാരെ, ഹാജമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നാം ഉംറയും ഹജ്ജും നിർവഹിക്കാൻ വേണ്ടിയാണ് ഒരുങ്ങുന്നത്. എന്താണ് ഉംറയും ഹജ്ജും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും കഅബ സന്ദർശനമാണ്, കഅബയിലേക്കുള്ള തീർത്ഥാടനമാണ്. എന്നാൽ ഉംറ സമയബന്ധിതമല്ലാത്ത കഅബ സന്ദർശനമാണ്. എപ്പോൾ വേണമെങ്കിലും നിർവഹിക്കാവുന്നതാണ് ഉംറ എന്നർത്ഥം. എന്നാൽ ഹജ്ജോ സമയബന്ധിതമായ കഅബ സന്ദർശനമാണ്, അല്ലേ? പൊതുവെ ഹജ്ജ് മാസങ്ങൾ എന്ന് പറയപ്പെടുന്നത് ശവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജ് മാസങ്ങളാണ്. ആ മാസങ്ങളിൽ നിർവഹിക്കപ്പെടുന്നതാണ് ഹജ്ജ്. അതിൻ്റെ അനുഷ്ഠാനങ്ങളുടെ വിശദാംശങ്ങളിലും വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. ഹജ്ജിനെക്കുറിച്ച് ആയുസ്സിൽ ഒരിക്കൽ അനുഷ്ഠിക്കേണ്ട കർമ്മം എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് കഴിവുള്ള ആളുകൾ മാത്രമാണ് അത് അനുഷ്ഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. ജീവിതത്തിൽ ഒരിക്കലാണ് നിർവഹിക്കേണ്ടത്. അതിന് സാമ്പത്തിക ശേഷി വേണം, ആരോഗ്യം വേണം, അതേപോലെ തന്നെ യാത്രാ സംബന്ധമായ തടസ്സങ്ങളെല്ലാം ഒഴിവായിരിക്കണം എന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിബന്ധന കൂടി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ്? അവർക്ക് കൂടെ യാത്ര ചെയ്യാൻ അനുവാദമുള്ള ഒരു പുരുഷൻ കൂടെ ഉണ്ടാവണം എന്നാണ്. അതേ സമയത്ത് ആധുനിക കാലത്ത് പണ്ഡിതന്മാർ ഫത്വകൾ, മതവിധികൾ നൽകിയതായിട്ട് കാണാം. സുരക്ഷിതമായ യാത്രാ സംഘമുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് തനിച്ച് അവരോടൊപ്പം ആ സംഘത്തോട് ചേർന്നുകൊണ്ട് യാത്രയാകാം. ആ നിലയ്ക്ക് സ്വഹാബി വനിതകളിൽ നിന്ന് തന്നെ ചില റിപ്പോർട്ടുകൾ, തെളിവുകൾ ഉള്ളതായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ ഇന്നത്തെ കാലത്ത് സുരക്ഷിതമായി ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന സംവിധാനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ഗ്രൂപ്പുകളുടെ സംവിധാനങ്ങളിലൊക്കെ വനിതകൾക്ക് തനിച്ച് ആ സംഘത്തോടൊപ്പം യാത്രയാകാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജ് ഒരാൾക്ക് നിർബന്ധമായി കഴിഞ്ഞാൽ എത്രയും വേഗം അയാളത് പൂർത്തീകരിക്കണം. കാരണം ഭാവിയിൽ അയാൾക്ക് എന്ത് സംഭവിക്കും? അയാൾക്ക് ദാരിദ്ര്യം പിടികൂടാം, ആരോഗ്യം ക്ഷയിച്ചു പോകാം, യാത്ര തടസ്സപ്പെടാം. അതിനാൽ എത്രയും വേഗം പൂർത്തീകരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. ആ നിലയിലാണ് പൊതുവെ നമ്മൾ ഉംറയെയും ഹജ്ജിനെയും കുറിച്ച് പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഒരാൾ യാത്രയാകുമ്പോൾ, മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിട്ട് യാത്രയാകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് ഉൾക്കൊള്ളേണ്ടത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മീഖാത്തുകളെക്കുറിച്ച് അറിയുക എന്നതാണ്. ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് മീഖാത്തുകൾ എന്നാണ് പറയാം. മീഖാത്ത് എന്ന വാക്കിന് നിശ്ചിത സ്ഥലം, നിശ്ചിത സമയം എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. നമ്മൾ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ മക്കയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ ഇടങ്ങളാണ്. അതിൽ ഒന്ന് ദുൽ ഹുലൈഫയാണ്. അത് മദീനക്കാരുടെ മീഖാത്താണ്. ഇനി നമ്മൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോൾ, ഹജ്ജ് ഉംറ ഉദ്ദേശിച്ചു കൊണ്ട് വരുമ്പോൾ നമ്മൾ ഇതേ ദുൽഹുലൈഫയിലൂടെ കടന്നു വരും. അപ്പോൾ അവിടെ നിന്ന് ഇഹ്റാം ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. അതേപോലെ വേറൊരു മീഖാത്ത് ജുഹ്ഫയാണ്. അത് ഷാമുകാരുടെ മീഖാത്താണ്. പിന്നെ കർനുൽ മനാസിലുണ്ട്. അത് നജ്ദുകാരുടെ മീഖാത്തായിട്ട് അറിയപ്പെടുന്നു. ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ പൊതുവെ ആ വഴിയിലൂടെയാണ് കടന്നു വരുന്നത്. ഇനി യലംലം എന്നൊരു മീഖാത്തുണ്ട്. അത് യമൻകാരുടെ മീഖാത്തായിട്ടാണ് അറിയപ്പെടുന്നത്. അതേസമയം ഇന്ത്യക്കാർ കടന്നു പോകുന്നത് ആ വഴിയിലൂടെയാണ്. പക്ഷേ നമ്മൾ യലംലമിൽ എത്തുമ്പോൾ എവിടെയായിരിക്കും? നമ്മൾ വിമാനത്തിലായിരിക്കും സാധാരണഗതിയിൽ. അതിനാൽ അവിടെ ഇറങ്ങിയിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കാൻ നമുക്ക് സാധ്യമല്ല. അതേപോലെ മറ്റൊരു മീഖാത്ത് ദാത്തു ഇറക്ക്, ഇറാഖുകാരുടെ മീഖാത്തായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. സാധാരണഗതിയിൽ നമുക്ക് യലംലമാണ് മീഖാത്തായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതേ സമയത്ത് നമുക്കവിടെ ഇറങ്ങിയിട്ട്
ഇഹ്റാം ചെയ്യാൻ സാധ്യമല്ല എന്നതുകൊണ്ട് സാധാരണ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ പുറപ്പെടുമ്പോൾ എയർപോർട്ടിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ച് നിയത്ത് ചെയ്തായിരിക്കും ഫ്ലൈറ്റിലേക്ക് കയറുന്നത് അല്ലേ? അത് സൗദി ഗവൺമെൻറ്റിൻ്റെ ഫ്ലൈറ്റ് ആണെങ്കിൽ ഏതാണ്ട് യലംലമിനോട് അടുത്ത് കൊണ്ടിരിക്കുമ്പോൾ അനൗൺസ്മെൻ്റ് ഉണ്ടാവും, മീഖാത്തിലേക്ക് അടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടി പുതുക്കം. അതല്ലെങ്കിൽ മറ്റ് ഫ്ലൈറ്റുകളിലൊക്കെ ആകുമ്പോൾ ആ നിലക്കുള്ള അറിയിപ്പുകൾ ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതിനാൽ നമ്മൾ പുറപ്പെടുന്ന എയർപോർട്ടിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അത് കൊണ്ട് യാതൊരു വിരോധവുമില്ല എന്ന് പൊതുവെ മനസ്സിലാക്കണം. ഇഹ്റാമിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? ഇഹ്റാമിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്നത് ശരീര ശുദ്ധീകരണമാണ് പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. അതിലൊന്ന് നഖം മുറിക്കുക, അതുപോലെ പുരുഷന്മാർ മീശ വെട്ടുക, അതേപോലെ തന്നെ സ്ത്രീ പുരുഷന്മാർ കക്ഷത്തിലെയും ഗുഹ്യഭാഗത്തെയും മുടി നീക്കുക, അതേപോലെ അതിന് സമയമാകുമ്പോൾ കുളിക്കുക, വുളു ചെയ്യുക, ശരീരത്തിൽ സുഗന്ധം പൂശുക. ഇതൊക്കെയാണ് സുന്നത്തായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് പുരുഷന്മാർ അവർക്ക് പ്രത്യേകമായിട്ട് വസ്ത്രം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ വസ്ത്രം ധരിക്കണം. അത് വെളുത്ത 2 കണ്ടം തുണികളാണ് ഉത്തമം. വെളുത്ത നിറമാകലാണ് ഉത്തമം. ഒന്ന് ഉടുക്കുന്നു, മറ്റൊന്ന് പുതയ്ക്കുന്നു. പുതയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഈ ശൈലിയിൽ നമ്മൾ വലതുവശത്ത് ചേർത്ത് വെച്ച് ഈ തോളിലേക്ക് വെച്ചിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ ചുറ്റി ഇടത് തോളിലേക്ക് ഇടുന്ന രൂപത്തിലാണ് പുരുഷന്മാർ അവരുടെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ പ്രത്യേക വസ്ത്രങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. സാധാരണഗതിയിൽ പർദ്ദകളാണല്ലോ അണിയുക. ഇനി ചുരിദാറായാലും കുഴപ്പമില്ല. ആ നിലയിൽ സ്വന്തം ശരീരം മൂടുന്ന, മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മൂടുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് വനിതകൾ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി എന്നിട്ടാണ് നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് ഉംറയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഉംറയുടെ നിയത്തിൽ പ്രവേശിക്കണം, ഹജ്ജിന് വേണ്ടിയാണെങ്കിൽ ഹജ്ജിൻ്റെ നിയത്തിൽ പ്രവേശിക്കണം. ഇനി ഉംറയും ഹജ്ജും ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ ആ നിലയ്ക്ക് നിയത്തിൽ പ്രവേശിക്കണം. പൊതുവെ 3 തരം നിയത്തുകളാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നിൻ്റെ പേര് തമത്തു എന്നാണ്. തമത്തു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സുഖം അനുഭവിക്കുക, അഥവാ സാധാരണ ജീവിതം നയിക്കാൻ അവസരമുള്ള രൂപത്തിലുള്ള ഇഹ്റാമാണ് അവിടെ ഉദ്ദേശം. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ആദ്യം ഉംറ ചെയ്യും. ഉംറ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ അവിടെ സാധാരണ ജീവിതമാണ്. ഉംറയിൽ നിന്ന് മുക്തരായതിന് ശേഷം, ഉംറയുടെ ഇഹ്റാമിൽ നിന്ന് വിരമിച്ചതിന് ശേഷം നമ്മൾ സാധാരണ വസ്ത്രം ധരിച്ച് സാധാരണ അവസ്ഥയിൽ തന്നെ കഴിയാണ്. പിന്നെ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ഹജ്ജിൻ്റെ ഇഹ്റാമിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ. ഇതിനാണ് തമത്തു എന്ന് പേര് പറയുന്നത്. രണ്ടാമത്തെ രീതി ഏതാണ്? ഇഫ്രാദ് എന്ന് പറയും, അഥവാ ഒറ്റ ഹജ്ജ് മാത്രം നിയത്ത് ചെയ്തുകൊണ്ടുള്ള ഇഹ്റാമിൻ്റെ രീതിയാണ് അത്. മൂന്നാമത്തേത് ഖിറാൻ എന്നാണ് പറയാം. ഹജ്ജും ഉംറയും ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരേ തവാഫും ഒരേ സഅയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹജ്ജും ഉംറയും നിയത്ത് ചെയ്യുന്ന രീതിയാണ് ഖിറാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ വാക്കുകളുടെ അർത്ഥം തന്നെ അങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒന്ന് തമത്തു ആണ്. അത് ഉംറ നിർവഹിച്ച് പിന്നെ കുറച്ച് ദിവസം സാധാരണ ജീവിതം നയിക്കുന്നു. അത് കഴിഞ്ഞ് മക്കയിലെ നമ്മുടെ താമസ സ്ഥലത്ത് വെച്ച് തന്നെ നമ്മൾ ഹജ്ജിൻ്റെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നു എന്നതാണ് അതിൻ്റെ രീതി. രണ്ടാമത്തേത് ഇഫ്രാദാണ്, അഥവാ ഹജ്ജ് മാത്രം നിയത്ത് ചെയ്ത് നേരെ ഹജ്ജിൽ പ്രവേശിച്ച് കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയാണ്. മൂന്നാമത്തേത് ഖിറാൻ എന്ന രൂപത്തിലുള്ളതാണ്. ഹജ്ജും ഉംറയും പരസ്പരം ബന്ധിപ്പിച്ച് അതിൽ ഒരു തവാഫും ഒരു സഅയും ഉംറയ്ക്ക് വേറെ ഹജ്ജിന് വേറെ എന്ന രൂപത്തിലല്ലാതെ ആണ് പൂർത്തീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതിൽ തമത്തുഉം അതുപോലെ ഖിറാനും ഈ 2 രീതികൾക്കും ബലി നിർബന്ധമാണ്. ഇഫ്രാദിൽ ബലിയില്ല. ആ രൂപത്തിലുള്ള അനുഷ്ഠാനമാണ് അതിൽ സംഭവിക്കുക.
അപ്പോൾ അതിൽ പൊതുവേ നമ്മൾ തമത്തുഇൻ്റെ രീതിയാണ് സ്വീകരിക്കുന്നത്. ആ ശൈലിയിലാണ് നമ്മൾ നിയ്യത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് ആ നിലയ്ക്ക് തന്നെ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന മുന്നൊരുക്കങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് ബേജാറാവേണ്ട വിഷയമൊന്നുമില്ല. ജീവിതത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് സംഭവിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതിൽ വല്ല അബദ്ധവും സംഭവിച്ചു പോകുമോ എന്നുള്ള ബേജാറൊക്കെ ഉണ്ടാവും. അങ്ങനെ ആലോചിക്കേണ്ടതില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെയുള്ളവരോട് ചർച്ച ചെയ്ത് കൃത്യമായ രൂപത്തിൽ അത് നിർവഹിക്കുക. എന്തോ കുഴപ്പം സംഭവിച്ചോ എന്നുള്ള അസ്വസ്ഥതകൾ മനസ്സിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് ശാന്തമായ മനസ്സോടുകൂടി ആയിരിക്കണം അനുഷ്ഠാനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ഏറ്റവും ഫലപ്രദമായി കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.